പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ നിലയ്ക്കൽ പള്ളിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. കൊടും വനത്തിലൂടെയുള്ള യാത്രയാണ്. ഈ ഭാഗത്ത് വീടുകളൊന്നും തന്നെയില്ല. വനത്തിനുള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സമയം ഏതാണ്ട് 5:30 കഴിഞ്ഞു. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെങ്കിൽ ഞങ്ങൾ ധൈര്യം ആയിട്ടങ്ങ് പോവുകയാണ്. വളരെ ശ്രദ്ധിച്ചാണ് മനു വാഹനം ഓടിക്കുന്നത്. കാരണം ഏത് സമയവും ആന അല്ലെങ്കിൽ അതുപോലുള്ള മൃഗങ്ങൾ മുന്നിലേക്ക് വരാവുന്നതാണ്. ഇതിൽ തോടൊക്കെ ഉണ്ട്. ചിലപ്പോൾ വെള്ളം കുടിക്കാൻ ആരെങ്കിലൊക്കെ വന്നേക്കാം. നിബിൻ്റെ വനമാണ്. വേനലായതുകൊണ്ട് മരത്തിൻ്റെയൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു. ഏതോ കാലത്തിലെ വണ്ടികൾ പോയതാണ്. വളരെ അപൂർവമായിട്ട് ഇതിലെ വാഹനങ്ങളൊക്കെ പോകാറുള്ളൂ. KSEBയുടെ വാഹനങ്ങൾ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. നമ്മൾ നിലയ്ക്കൽ പള്ളിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇപ്പോഴും മനസ്സിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇനി 1 കിലോമീറ്റർ കൂടെ ഉണ്ട്. വേനലാണ്. സമയം 5:30 കഴിഞ്ഞു. ഏത് സമയമാണ് മറ്റു മൃഗങ്ങളും വഴിയിലേക്ക് ഇറങ്ങി വരാം. KSEBയുടെ വാഹനങ്ങൾ മാത്രമേ ഇതിലെ പോകാറുള്ളൂ. ഓരോ വളവും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. കാരണം ഈ വളവിലായിരിക്കും ഇവർ നിൽക്കുന്നത്. അങ്ങനെ നിലയ്ക്കൽ പള്ളിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതാണ് നിലയ്ക്കൽ പള്ളിയുടെ കുരിശ്. പ്രിയ സുഹൃത്തുക്കളെ, വനത്തിൽ കൂടെയുള്ള മനോഹരമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ നിലയ്ക്കൽ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ നിലയ്ക്കൽ പള്ളി. കൊടുങ്കാടിന് നടുവിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സെൻറ് തോമസ് ചർച്ച്, നിലയ്ക്കൽ. കൊടുങ്കാടിന് നടുവിൽ ഒരു പള്ളി, അതാണ് നിലയ്ക്കൽ പള്ളി. 1984 ഇത് സ്ഥാപിതമായത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നപ്പോൾ ബ്ലസൻ എന്ന് പറയുന്ന ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഈ പള്ളിയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരും. തോമസ് ലീഹ ഏഴരപ്പള്ളി സ്ഥാപിച്ചൊരു പള്ളിയാണ് ഇത്. യഥാർത്ഥത്തിൽ ഈ പള്ളി ഇവിടെ അല്ലായിരുന്നു. ശബരിമല നിലയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അന്ന് തോമസ് ലീഹ സ്ഥാപിച്ച പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. ഇത് പാണ്ടിപ്പട അക്രമകാരികൾ, കൊള്ളക്കാരുടെ അക്രമം ഉണ്ടായിരുന്നു. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന്. പിന്നെ ചിക്കൻ ബോക്സ് പോലെ ഒരു മാരകമായ രോഗമുണ്ടായിരുന്നു. അങ്ങനെ ഇത് കളഞ്ഞു പൊളിച്ച് കാഞ്ഞിരപ്പള്ളി, നേരണം ഇങ്ങനെ സ്ഥലത്തേക്ക് കുടിയേറി പാർത്തു. പിന്നെ ഇത് വനമായി പോയി. ഫാമിൻ കോർപ്പറേഷൻ വക 100 ഏക്കർ സ്ഥലം പാട്ടപ്പുരയിടത്തിന് കൃഷിക്ക് വേണ്ടി തന്നു. കൃഷിക്ക് വേണ്ടി തെളിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുകയും അവിടെ ഒരു പള്ളി വേണമെന്ന ക്രിസ്തീയ സമൂഹങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ 2.5 ഏക്കർ സ്ഥലം അനുവദിച്ച് താൽക്കാലികമായി ഒരു ഷെഡ് വെച്ച് അവിടെ കുർബാന ചെല്ലുമായിരുന്നു. പിന്നെ അടിപിടി ബഹളമായി, രക്തച്ചൊരിച്ചിലൊക്കെ ആയി. അങ്ങനെ പിതാക്കന്മാർ പറഞ്ഞു പ്രശ്നത്തിലൂടെ ഒരു പള്ളി വേണ്ടാൻ തീരുമാനമെടുത്തു. അങ്ങനെ കരുണാകര മന്ത്രിസഭ പ്രശ്നം ഒഴിവാക്കി നമുക്ക് 5.5 ഏക്കർ സ്ഥലം വനഭൂമി തന്നു. 83 നമുക്ക് നിലയ്ക്കൽ നിന്ന് 5.5 ഏക്കർ സ്ഥലം നിലയ്ക്കൽ തോമസ് ലീഹ സ്ഥാപിച്ച പള്ളിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഇത് തേവർമല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് നിലയ്ക്കലുമായിട്ട് 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. റോഡ് മാർഗം പോകണമെങ്കിൽ 15 കിലോമീറ്റർ പോകണം. അപ്പോൾ ഇവിടെ നിന്നാണ് ശബരിമലയ്ക്ക് തീർത്ഥാടനമൊക്കെ ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട്, നടന്നു പോകുന്നവരുണ്ട്.
അങ്ങനെ ഈ വനത്തിൽ കൂടെ പോയ 2.5 കിലോമീറ്റർ കൊണ്ട് നിലയ്ക്കൽ പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിനടുത്ത് ചെല്ലാവുന്ന ഒരു വഴിയുണ്ട്. ആങ്ങുംവഴി നിലയ്ക്കലേക്ക് പോകണമെങ്കിൽ 15 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ പല പള്ളിയിൽ നിന്നും ആൾക്കാരിവിടെ വന്ന് കുർബാന അർപ്പിക്കുകയും ഇത് അച്ഛന്മാരുടെ സെമിനാറുകളും യൂത്തിൻ്റെ ക്യാമ്പുകളും നടക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാ പള്ളികൾക്കും അവകാശമുള്ളൊരു സ്ഥലമാണ്. ഒരു എക്യുമെനിക്കലാണ്. എല്ലാ പിതാക്കന്മാരുമുള്ള ഒരു ട്രസ്റ്റാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഒരു അച്ഛനുണ്ട്, ഞാനുമുണ്ട്. ഞങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ പള്ളിയിലെ അച്ഛന്മാർക്ക് കുർബാന ചെല്ലാനുള്ള സൗകര്യങ്ങളുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് വിശുദ്ധ പള്ളി വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഒരു റിട്രീറ്റ് സെൻറ്റർ, ധ്യാന കേന്ദ്രം. നമുക്ക് താമസിക്കാൻ 40 റൂം തന്നെയുണ്ട്. 80 പേർക്ക് അങ്ങനെ താമസിക്കാം. ഡോർമെറ്ററി ഉൾപ്പെടെ നമുക്ക് 200 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഓരോ പള്ളിയുടെ ക്യാമ്പുകളും അച്ഛന്മാരുടെ സെമിനാറുകളും യൂത്തിൻ്റെ ക്യാമ്പുകളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണിത്. ഈ വനത്തിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം. ഇത് ആന, പുലി, കടുവ എന്നിവ ചില സമയങ്ങളിൽ ഇവിടെ വരുന്നു. പള്ളിയുടെ മുറ്റത്തൊക്കെ ആന വരുന്ന സ്ഥലമാണ്. പ്രിയ സുഹൃത്തുക്കളെ, വളരെ റിസ്ക് എടുത്താണ് ഞാനും മനുവും ഈ നിലയ്ക്കൽ പള്ളിയിലേക്ക് പോയത്. തോമസ് ലീഗ കേരളത്തിൽ സ്ഥാപിച്ച 7 പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് നിലയ്ക്കൽ പള്ളി. അത് കാണുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. കാരണം അതൊരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തന്നെയല്ല, 5 ഏക്കർ വനത്തിന് ഉള്ളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ചുറ്റുപാടും വനമാണ്. ആനയും കടുവയും പുലിയൊക്കെ ഉള്ളൊരു കാടാണ്. ആ കാടിന് നടുവിലൂടെയാണ് ഞങ്ങൾ 3 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഞങ്ങൾ ആ പള്ളിയിൽ പോയത്. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ആ റിസ്ക് ഏറ്റെടുക്കുകയായിരുന്നു. ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യുവാണ്. തിരിച്ചു പോകുന്നത് വനത്തിനുള്ളിൽ കൂടെ തന്നെയാണ്. വളരെ സൂക്ഷിച്ച് വേണം വാഹനം ഓടിക്കാൻ. ആനയും പുലിയും കടുവയും ഇറങ്ങുന്ന വനത്തിനുള്ളിൽ കൂടെ തന്നെയാണ് ഇനി അടുത്തുള്ള യാത്രയും ഞങ്ങളത്. എന്തായാലും കേരള പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി.